أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم ماذا أنزل ربكم قالوا أساطير الأولين ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون. الله العظيم. സൂറത്തു നഹ്ൽ 24-5 ആയത്തുകൾ. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടാൽ. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ചോദിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥം വരും. ശേഷം പറയുന്ന വാചകം ചോദ്യമാകുമ്പോൾ ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ പറയപ്പെട്ടു. ഖീല പറയപ്പെട്ടു അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ പിന്നെ പറയുന്നത് ചോദ്യമായതുകൊണ്ട് വൈദാ ഖീല ലഹും, അവർ ചോദിക്കപ്പെട്ടാൽ, അവരോട് ചോദിക്കപ്പെട്ടാൽ. മാതാ അൻസല റബ്ബുക്കും, മാതാ എന്താണ്, അൻസല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ഇറക്കിയിരിക്കുന്നത്. ഖാലു അവർ പറയും, അസാത്തീറുൽ അവ്വലീൻ മുൻഗാമികളുടെ കെട്ടുകഥകളാണെന്ന്. അസാത്തീർ സത്റിന്റെ ബഹുവചനം, ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ. അൽ അവ്വലീൻ പൂർവികരുടെ അല്ലെങ്കിൽ മുൻഗാമികളുടെ. ലിയഹ്മിലു അവർ വഹിക്കുന്നതിന് വേണ്ടി, ഔസാറഹും അവരുടെ ഭാരം, കാമിലത്തൻ പൂർണ്ണമായി, യൗമൽ ഖിയാമ അന്ത്യനാളിൽ. വമിൻ ഔസാരില്ലദീന, വമിൻ ഔസാർ ഭാരത്തിൽ നിന്നും, അല്ലദീന യുളില്ലൂനഹും അവർ വഴിതെറ്റിക്കുന്നവരുടെ, ബിഗൈരി ഇൽമിൻ അറിവ് കൂടാതെ അല്ലെങ്കിൽ അറിവില്ലാതെ. അലാ അറിയണം, സാഅ മാ യസിറൂൻ സാഅ എത്ര മോശമായതാണ്, മാ യസിറൂൻ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഖുറൈശികൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, പരിശുദ്ധ ഖുർആനിനെതിരെയും ഉന്നയിച്ചിരുന്ന പല ആരോപണങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അതിലാദ്യത്തേതാണ് ഇവിടെ പറയുന്നത്. ഖുറൈശികളോട് പുറം നാടുകളിൽ ചെല്ലുമ്പോൾ, കച്ചവടാവശ്യാർത്ഥമൊക്കെ മക്കയ്ക്ക് പുറത്ത് അവർ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും. ആരാണ് ചോദിക്കുന്നത് എന്ന് നിർണയമില്ലാതെ പൊതുവായി പറയുന്നത് കൊണ്ടാണ് വൈദാ ഖീല ലഹും അവരോട് ചോദിക്കപ്പെട്ടാൽ എന്ന് പറയുന്നത്. അതിലൊരു വിഭാഗം ഇതാണ്. മുശ്രിക്കുകൾ മക്കയ്ക്ക് പുറത്ത് ചെല്ലുമ്പോൾ അവിടങ്ങളിലൊക്കെ ഏതാണ്ട് കേട്ടുകേൾവിയായിട്ട് എത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗപ്രവേശനവും ഖുർആനിൻ്റെ അവതരണവുമൊക്കെ. അതുകൊണ്ട് അതിലെ ഒരു കൃത്യത കിട്ടുവാൻ വേണ്ടി ഖുറൈശികളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും. അതുപോലെ തന്നെ ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങൾക്ക് മക്കയിൽ വരുന്നവരും ഖുറൈശികളെ കണ്ട് ചോദിക്കും. അപ്പോഴൊക്കെ അവർ കൊടുത്തിരുന്ന മറുപടിയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ പറയുക, അസാത്തീറുൽ അവ്വലീൻ അതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, അതൊക്കെ എന്തൊക്കെയോ പഴംപുരാണങ്ങൾ എവിടുന്നൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ കൊടുത്തിരുന്ന മറുപടി. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഖാലു അസാത്തീറുൽ അവ്വലീൻ എന്നത്. കഴിഞ്ഞ സൂറത്തിൽ അവർ ആളുകളെ നിർത്തുന്നതിനെക്കുറിച്ച്, അഥവാ മക്കയിലെ അതിർത്തികളിൽ, വഴികളിൽ
മക്കയിലേക്ക് വരുന്ന ആളുകളെ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി നിന്നിരുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ഹിജ്റിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഒരു തരം പ്രവർത്തനമായിരുന്നു സത്യത്തിനെതിരെ ഉള്ള. അതുപോലെ ചെയ്തിരുന്ന പണിയെപ്പറ്റിയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. പറയുന്നവരോടൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം മോശമായി പറയുക. അതെന്തിനിടയാക്കും? അതാണ് പിന്നെ തുടർന്ന് പറയുന്നത്. ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ. ഈ സത്യത്തിൽ നിന്ന് തടയുവാൻ വേണ്ടി ആളുകളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന പണിയുടെ ഭാരം അത് വലിയ ഭാരമായിരിക്കും. അത് പൂർണ്ണമായും അവർ ചുമക്കേണ്ടി വരും. യസുദ്ദൂന അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അറിവില്ലാതെ ആളുകളെ തടയുന്ന ആളുകൾ എന്ന് ഖുർആൻ മറ്റു പല സ്ഥലത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്ക് ഇതറിയാം, ഇത് മുൻഗാമികളുടെ കെട്ടുകഥകളൊന്നുമല്ല എന്ന്. പക്ഷേ ഇതിലാൾ കൂടിയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങുന്നത്. മുകളിലെ ആയത്തിൽ അവരെക്കുറിച്ച് മുസ്തക്ബിറൂൻ, അഹങ്കാരികളാണെന്ന് പറഞ്ഞു. അതുപോലെ ഖുലൂബുഹും മുൻകിറ, അവർ മനഃപൂർവ്വം നിഷേധിക്കുന്ന ഹൃദയങ്ങളുള്ള ആളുകളാണ് എന്നും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കിയതിനെതിരെ ശുദ്ധ കള്ളം പറയുകയാണ്. അങ്ങനെ ആളുകളെ സത്യത്തിൽ നിന്ന് തടയുകയാണ്. അത് സ്വന്തം നിലയിൽ ഒരു വലിയ കുറ്റകൃത്യമായിട്ട് അതിൻ്റെ ഭാരം മുഴുവനും അന്ത്യനാളിൽ അവർ പേറേണ്ടി വരും എന്നാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല, പിന്നെ അവരാൽ വഴിതെറ്റിക്കപ്പെടുന്ന ആളുകളുണ്ട് അറിവില്ലാതെ. അഥവാ ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ. ഇവർ വഴിതെറ്റിക്കുന്ന ആളുകളുടെ പാപത്തിൽ നിന്നും ഓരോഹരി ഇവർക്കുള്ളതായിരിക്കും. ബിഗൈരി ഇൽമിൻ എന്ന് പറഞ്ഞാൽ ആ വഴിതെറ്റിക്കപ്പെടുന്ന ആളുകൾ അവർ ഇവരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്, അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആളുകളുടെ പാപത്തിൻ്റെ ഒരംശം ഇവർ പേറേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചത് മുഫസ്സിറുകളൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൻ ദഅ ഇലാ ഹദീൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ ഇത്തബഅഹ ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. വമൻ ദഅ ഇലാ ളലാലത്തിൻ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ ഇത്തബഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ. മൻ ദഅ ഇലാ ഹദീൻ, ഒരാൾ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ നേർവഴിയിലേക്ക് വിളിച്ചു. കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ ഇത്തബഅ, അവന് അത് പിൻപറ്റിയവരുടെ ഒക്കെ പ്രതിഫലം പോലുള്ളത് വിളിച്ചവനും കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ യാതൊരു കുറവും വരികയുമില്ല. എന്നാൽ വമൻ ദഅ ഇലാ ളലാലത്തിൻ, ഒരു ളലാലത്തിലേക്ക് ഒരാൾ വിളിച്ചാൽ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ ഇത്തബഅ, അവനെ പിൻപറ്റിയവരുടേത് പോലുള്ള കുറ്റത്തിൽ നിന്ന് ഒരു വിഹിതം അവനുണ്ടാകും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, ഇവന് കൊടുക്കുന്നത് ആ ളലാലത്ത് സ്വീകരിച്ചവരുടെ, ളലാലത്ത് പിൻപറ്റിയവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരികയുമില്ല. ഇങ്ങനെ പല സ്ഥലത്തും സൂറത്തുൻ നിസാഇൽ മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹു എന്ന് പറഞ്ഞിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട്. ഒരാൾ നല്ല ശുപാർശ ചെയ്താൽ ശുപാർശ ചെയ്തതിൻ്റെ പ്രതിഫലവും ആ ശുപാർശയുടെ അനന്തരഫലത്തിൻ്റെ പ്രതിഫലവുമുണ്ട്. സൂറത്ത് യാസീനിൽ
സനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, നാം അവർ ചെയ്തതും അതിൻ്റെ അനന്തരഫലങ്ങളും രേഖപ്പെടുത്തും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ ഖുർആൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച സംഗതിയാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അഥവാ മക്കാ മുശ്രിക്കുകൾ അവർക്ക് ബോധ്യമായ സംഗതി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജം പ്രചരിപ്പിച്ചാൽ ആ വ്യാജം പ്രചരിപ്പിച്ചതിൻ്റെ ഭാരവും അതുപോലെ തന്നെ അവരാൽ അറിവില്ലാതെ വഴിതെറ്റിക്കപ്പെട്ടവരുടെ പാപഭാരവും ഇവർ ചുമക്കേണ്ടി വരും എന്നർത്ഥം. ബിഗൈരി ഇൽമിൻ എന്നത് ഇവർ ചെയ്യുന്നത് അവർക്ക് അറിവില്ലാതെയാണ് എന്നുമാകാം, അല്ലെങ്കിൽ ഈ വഴിതെറ്റുന്ന ആളുകൾ അറിവില്ലാതെ വഴിതെറ്റിക്കപ്പെടുന്നവരാണ് എന്നുമാകാം. ഇനി ഒരു വേളം രണ്ടു കൂട്ടരെ കുറിച്ചുമാകാം. രണ്ടു കൂട്ടരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അറിവില്ലാതെ വഴിതെറ്റിക്കപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ആരും രക്ഷപ്പെടുകയില്ല. ലാലീൻ, ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാലീൻ എന്ന വാക്ക് ഉദാഹരണം പറയൽ അവരെയാണ്. അപ്പോൾ അറിയാതെ വഴിതെറ്റിക്കപ്പെട്ടതാണെന്നതുകൊണ്ട് അവർ രക്ഷപ്പെടുകയൊന്നുമില്ല. പകരം അവർക്ക് സ്വന്തം ഉത്തരവാദിത്തമുണ്ട്. ഇന്നവൻ വഴിതെറ്റിച്ചത് കൊണ്ടാണ് എന്നത് സ്വീകരിക്കില്ല. സൂറത്തുൽ അഅറാഫിൽ ഹൗലായി അളല്ലൂന ആത്തിഹിം ലഅഫൈനി മിനൽ അദാബ്, ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ലിക്കുല്ലിൻ ദഅഫുൻ, എല്ലാവർക്കും ഉണ്ട് ഇരട്ടി എന്നാണ്. അതുകൊണ്ട് ബിഗൈരി ഇൽമിൻ എന്നത് ഒരു ആനുകൂല്യത്തെ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ഇവർ വഴിതെറ്റുന്നവർ വഴിതെറ്റുന്നത് കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അലാ സാഅ മാ യസിറൂൻ, മനുഷ്യരെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന മനുഷ്യർ എത്ര മോശമായതാണ് അധ്വാനിച്ച് നേടുന്നത് എന്നാണ് സാഅ മാ യസിറൂൻ എന്നത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ സന്മാർഗമായി സത്യം സത്യമായി തിരിച്ചറിയുവാനും അസത്യം അസത്യമായി തിരിച്ചറിയുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.